നമ്മൾ പോകുന്നത് 24 എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. സംഘപരിവാർ പരിപാടിയിൽ പങ്കെടുത്ത് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ തിരുവനന്തപുരം ഉദയ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിലാണ് പങ്കെടുത്തത്. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി. റിനു, മാധ്യമങ്ങൾക്ക് നിയന്ത്രണമുള്ള ഒരു പരിപാടിയാണ് മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ എന്ന പേരിലുള്ള പരിപാടിയിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് എന്ത് കാര്യം എന്ന ചോദ്യമാണ്. എന്തായിരുന്നു ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തതിന്റെ പിന്നിലുള്ളത്? നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, കേരള സർവകലാശാല കാവ്യവൽക്കരിക്കാൻ ഒരുങ്ങുന്നു മോഹൻ കുന്നുമ്മൽ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നു എന്നുള്ള ആരോപണം, തുടർന്നുള്ള സമരങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതിനിടെയാണ് ഇന്ന് RSSന്റെ സർസംഘ ചാലകമായിട്ടുള്ള മോഹൻ ഭാഗവത് പങ്കെടുത്ത ഈ സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ എന്നുള്ള ഒരു ഔദ്യോഗിക പരിപാടി, RSSന്റെ പരിപാടി. ഈ പരിപാടിയുടെ മുൻനിരയിൽ തന്നെ മോഹൻ കുന്നുമ്മൽ കേരള VC ഇരിക്കുന്ന ഒരു ചിത്രം, ആ ദൃശ്യങ്ങളാണ് ഞങ്ങളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള RSSന്റെ ഒരു പരിപാടി കൂടിയാണ് ഉദയ കൺവെൻഷൻ സെന്ററിൽ വൈകുന്നേരം 4 മണിയോടുകൂടി നടന്ന ആ പരിപാടി. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമങ്ങൾക്കൊക്കെ തന്നെ വലിയ രീതിയിൽ വിലക്കേർപ്പെടുത്തിക്കൊണ്ട് നടത്തിയ പരിപാടിയിലാണ് കേരള VC പങ്കെടുത്തത്. എന്ത് കാര്യമാണ് കേരള VCക്ക് ഈ പരിപാടിയിൽ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. MG സർവകലാശാല VC കൂടി ഡോക്ടർ മാവൂദും ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ള വിവരം കൂടി പുറത്ത് വരുന്നുണ്ട്. എന്തായാലും നിലവിൽ നമുക്കറിയാം മോഹൻ കുന്നുമ്മലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, തുടർന്ന് സർക്കാരുമായിട്ടുള്ള വെല്ലുവിളികൾ, ഗവർണറുമായി സർക്കാർ കൊമ്പുകോർക്കുന്ന ഒരു സാഹചര്യം വരെ എത്തിച്ചത്, ഇതെല്ലാം തന്നെ RSS ബന്ധം, ഈ മോഹൻ കുന്നുമ്മലിന്റെ RSS ബന്ധമാണ് എന്നുള്ളത് കൃത്യമായി വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരമൊരു ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഒപ്പം ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സർവകലാശാലയിൽ ഉയർന്നു വന്ന വിവാദങ്ങളും സമരങ്ങളും SFIയുടെ പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതുമാണ്. ഇതിനിടെയാണ് ഇപ്പോൾ വലിയൊരു ഇടപെടൽ, അല്ലെങ്കിൽ കേരള VC ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തിന് അദ്ദേഹം പങ്കെടുത്തു എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടി നിലവിൽ അദ്ദേഹമാണ് നൽകേണ്ടുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ എന്തായാലും തേടുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഉദയ കൺവെൻഷൻ സെന്ററിൽ സർസംഘ ചാലകമായിട്ടുള്ള RSSന്റെ സർസംഘ ചാലകമായിട്ടുള്ള മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിലാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ മോഹൻ കുന്നുമ്മലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അനുജ, അതാണ് RSS പരിപാടിയിലാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പങ്കെടുത്തത്. ആ പരിപാടിയിൽ മാധ്യമങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു, അവരെ പ്രവേശിപ്പിച്ചിരുന്നില്ല. അങ്ങനെ ഒരു പരിപാടി, അപ്പോൾ എന്തായിരുന്നു ആ പരിപാടിയുടെ സ്വഭാവം? എന്തിനാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ആ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന ചോദ്യങ്ങളൊക്കെയാണ് ഉയർന്നു വരുന്നത്. അതിനുള്ള മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. 24 ആണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്, എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ ഉൾപ്പെടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.